നമസ്കാരം. ഈ വീഡിയോ കാണുന്ന നിങ്ങളോടൊരു ചോദ്യം. ഇന്നത്തെ ജീവിതം നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നൊരു ഫീലിംഗ് ഉള്ളിലുണ്ടോ? എങ്കിൽ വെറും 21 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റാൻ മതി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള 21 ദിവസത്തെ സിമ്പിൾ ഫോർമുല ആണ്. സൈക്കോളജി പറയുന്നത് എന്താണെന്നറിയാമോ? 21 ദിവസം ഒരേ കാര്യം തുടർച്ചയായി ചെയ്താൽ അത് ഹാബിറ്റ് ആകും. ഹാബിറ്റ് മാറിയാൽ ചിന്ത മാറും. ചിന്ത മാറിയാൽ ജീവിതം മാറും. അപ്പോൾ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല, 21 ചെറിയ ദിവസങ്ങളിലൂടെയാണ്. ആദ്യ 7 ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൈൻഡ് ക്ലീൻ ചെയ്യുക എന്നതാണ്. ഇതൊരു ചാലഞ്ച് പോലെ കാണരുത്. ഇത് നിങ്ങളുടെ ലൈഫ് റീസ്റ്റാർട്ട് പ്രോസസ്സാണ്. ആദ്യം വേക്കപ്പ് സ്കെഡ്യൂൾ. ഈ 7 ദിവസവും രാവിലെ ഒരേ സമയം എഴുന്നേൽക്കാൻ ശ്രമിക്കുക. 6 മണിയോ 7 മണിയോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ഒരു സമയം ഫിക്സ് ചെയ്യുക. അലാർം മുഴങ്ങുമ്പോൾ ഇന്നില്ല നാളെ മുതൽ എന്ന് പറയരുത്. ഇന്നാണ് ഡേ 1. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മൊബൈൽ ഫോൺ ടച്ച് ചെയ്യരുത്. നോട്ടിഫിക്കേഷൻസ്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം ഒന്നും വേണ്ട. ആദ്യ 30 മിനിറ്റ് മുഴുവൻ നിങ്ങൾക്കായാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നേരെ വിൻഡോ തുറക്കൂ. ഫ്രഷ് എയർ ശ്വസിക്കൂ. ആഴത്തിൽ ശ്വസിച്ച് പതുക്കെ ശ്വാസം പുറത്തുവിടൂ. ഇത് 5 പ്രാവശ്യം. ഇപ്പോൾ വാട്ടർ തെറപ്പി. കുറഞ്ഞത് 2 ഗ്ലാസ് വെള്ളം സ്ലോ ആയി കുടിക്കുക. ചെറിയ ചെറിയ സിപ്പുകളായി. ഈ വെള്ളം നിങ്ങളുടെ ബോഡി ക്ലീൻ ചെയ്യും. ബോഡി ക്ലീൻ ആകുമ്പോൾ മൈൻഡ് നാച്ചുറലി കാം ആകും. ഇപ്പോൾ സിമ്പിൾ എക്സസൈസസ്. ഹെവി വർക്കൗട്ട് ഒന്നും വേണ്ട. ഈ 7 ദിവസങ്ങൾ ബോഡി വേക്കപ്പ് ഫേസാണ്. സ്വെറ്റ് വരണമെന്നില്ല. വാമപ്പ് ചെയ്ത് ബോഡിക്ക് മെസ്സേജ് കൊടുക്കുക. ഇനി മൈൻഡ് ട്രെയിനിങ്. ദിവസവും ഈ ഒരു സെന്റൻസ് 5 പ്രാവശ്യം ശബ്ദത്തോടെ പറയണം. എനിക്കെൻ്റെ ജീവിതം മാറ്റാൻ കഴിയും. നിങ്ങളുടെ ബ്രെയിൻ കേൾക്കണം. ഇത് ജോക്കല്ല. റിപ്പീറ്റഡ് വേർഡ്സ് ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്യും. ഇനി ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട്. ഈ 7 ദിവസത്തേക്ക് നെഗറ്റീവ് ആളുകൾ, നെഗറ്റീവ് വീഡിയോസ്, നെഗറ്റീവ് ന്യൂസ് ഇവയിൽ നിന്ന് ഒരു ടെമ്പററി ബ്രേക്ക് എടുക്കുക. ഇത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ കരുതും. പക്ഷേ ഓർക്കൂ, മൈൻഡാണ് കൺട്രോൾ റൂം. കൺട്രോൾ റൂമിൽ ഗാർബേജ് വന്നാൽ ഔട്ട്പുട്ട് ഗാർബേജ് ആയിരിക്കും. ഈ 7 ദിവസങ്ങൾ മൈൻഡ് ക്ലീൻ ചെയ്യുക, ക്വയറ്റ് ആക്കുക, സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ലൈഫ് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ കടക്കുന്നത് ഡേ 8 മുതൽ ഡേ 14 വരെ. ഈ ഫേസിന്റെ പേര് ബോഡി ആൻഡ് റൂട്ടീൻ റിസെറ്റ്. മൈൻഡ് അല്പം ക്ലിയർ ആയി തുടങ്ങി. ഇപ്പോൾ ബോഡിയും റൂട്ടീനും ഒരേ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരണം. ആദ്യം മൂവ്മെന്റ്. ഈ 7 ദിവസവും 20 മുതൽ 30 മിനിറ്റ് വാക്കിംഗ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ്. ജിം വേണ്ട, എക്വിപ്മെന്റ് വേണ്ട, എക്സ്പെൻസീവ് ഷൂസ് പോലും വേണ്ട. നിങ്ങളുടെ വീട്ടുമുറ്റത്ത്, ടെറസിൽ, റോഡിൽ എവിടെയായാലും മതി. വാക്കിംഗ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ കയ്യിൽ പിടിക്കരുത്. മ്യൂസിക് വേണമെങ്കിൽ സോഫ്റ്റ് മ്യൂസിക് മതി. ബോഡി മൂവ് ചെയ്യുമ്പോൾ മൈൻഡ് നാച്ചുറലി റിലീസാകും. ഇപ്പോൾ വാട്ടർ ഡിസിപ്ലിൻ. ഈ ദിവസങ്ങളിൽ വെള്ളം കൂടുതൽ കുടിക്കുക. ദാഹം തോന്നുമ്പോൾ മാത്രമല്ല, ഓരോ മണിക്കൂറിലും കുറഞ്ഞത് 2 മുതൽ 3 വരെ സിപ്പ് വെള്ളം. ബോഡി ക്ലീൻ ആകുമ്പോൾ മൈൻഡ് ക്ലിയർ ആകും. ഇറിറ്റേഷൻ കുറയും, ലേസിനെസ് കുറയും, എനർജി സ്ലോലി ഇൻക്രീസ് ആകും. ഇനി സ്ലീപ്പ് റുട്ടീൻ. ഇതാണ് ഗെയിം ചേഞ്ചർ. രാത്രി ഒരേ സമയം കിടക്കാൻ ശ്രമിക്കുക. 11 മണി കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ സൈഡിൽ വെക്കുക. അതുപോലെ ലേറ്റ് നൈറ്റ് സ്ക്രോളിംഗ്, റീൽസ്, അൺനെസസറി ചാറ്റിംഗ് ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കുക. സ്ലീപ്പ് ടൈം ഫിക്സ് ആകുമ്പോൾ മോർണിംഗ് ഓട്ടോമാറ്റിക്കലി ഫിക്സ് ആകും. മോർണിംഗ് ഫിക്സ് ആകുമ്പോൾ ലൈഫ് ഫിക്സ് ആകും. ഈ 7 ദിവസങ്ങൾ നിങ്ങൾ ബിഗ് ഗോൾസ് ചേസ് ചെയ്യണ്ട. സ്മോൾ ഡിസിപ്ലിൻ മതി. ടൈമിൽ നടക്കുക, ടൈമിൽ വെള്ളം കുടിക്കുക, ടൈമിൽ ഉറങ്ങുക. ഇത് സിമ്പിൾ ആണെന്ന് തോന്നും,
പക്ഷേ ഇഫാക്റ്റ് ഹ്യൂജ് ആണ്. സ്മോൾ ഡിസിപ്ലിൻ, ബിഗ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് വന്നാൽ ലൈഫ് റീസ്റ്റാർട്ട് ഹാഫ് കംപ്ലീറ്റ് ആണ്. ഇപ്പോൾ ഡേ 14 മുതൽ ഡേ 21 വരെ. ഇതിനകം നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതെ ഒരു മാറ്റം വന്നിരിക്കും. സോ ഇത് ഗോൾ ഫോക്കസ് ഫേസ് ആണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാണ്, ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്യുക. ലൈഫിലെല്ലാം ഒരുമിച്ച് ചേഞ്ച് ചെയ്യാൻ നോക്കണ്ട. 1 ഗോൾ, 1 ഡിറക്ഷൻ, 1 ഫോക്കസ്. ആ ഗോൾ ഹെൽത്ത് ആയാലും മണി ആയാലും സ്കില്ലായാലും റിലേഷൻഷിപ്പ് ആയാലും ചൂസ് 1. ഇപ്പോൾ ആ ഗോൾ ക്ലിയർ ആക്കണം. ഗോൾ സിമ്പിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം. ഇപ്പോൾ ഡെയിലി ഫോക്കസ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഗോൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യൂ. ഇന്ന് ഞാൻ എൻ്റെ ഗോളിനായി ഒരു സ്റ്റെപ്പ് എടുക്കും. ബിഗ് സ്റ്റെപ്പ് വേണ്ട, സ്മോൾ സ്റ്റെപ്പ് മതി. ദിവസവും ആ ഗോളിനായി ഒരു സ്മോൾ ആക്ഷൻ. മൂഡില്ലെങ്കിലും ചെയ്യണം, മോട്ടിവേഷൻ ഇല്ലെങ്കിലും ചെയ്യണം. കാരണം ഗോൾ റീച്ച് ചെയ്യുന്നത് ഫീലിംഗ് കൊണ്ടല്ല, ഫോക്കസ് കൊണ്ടാണ്. ഡിസ്ട്രാക്ഷൻ വരും, മടിയുള്ള ദിവസങ്ങൾ വരും, ഇന്ന് വേണ്ട എന്ന തോന്നൽ വരും. പക്ഷേ നിങ്ങൾ ഓർക്കണം, 21 ദിവസം നിങ്ങളുടെ ലൈഫിൻ്റെ ഫൗണ്ടേഷനാണ്. ഇനി ഒരു പവർഫുൾ റിമൈൻഡർ. ഗോളിനെ നോക്കി പെർഫെക്റ്റ് പ്ലാൻ ബിൽഡ് ചെയ്യേണ്ട. പ്ലാൻ ഫോളോ ചെയ്യാൻ നോക്കൂ. കൺസിസ്റ്റൻസിയാണ് മാജിക്. ഡേ 14 മുതൽ ഡേ 21 വരെ നിങ്ങൾ ഫോക്കസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഫോക്കസ് സ്ട്രോങ് ആകുമ്പോൾ ഡിസിപ്ലിൻ സ്ട്രോങ് ആകും. ഡിസിപ്ലിൻ സ്ട്രോങ് ആകുമ്പോൾ ലൈഫ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും. 21 ദിവസം കഴിഞ്ഞ് നിങ്ങൾ റിച്ച് ആകില്ലായിരിക്കും, പെർഫെക്റ്റ് ബോഡി ആയിരിക്കില്ലായിരിക്കും, പക്ഷേ ഗോൾ ഓറിയൻറ്റഡ് മൈൻഡ് നിങ്ങൾക്കുണ്ടാകും. അതാണ് റിയൽ റീസ്റ്റാർട്ട്. ഇനി നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഡെയിലി റൂട്ടീനിലേക്ക് എളുപ്പത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ചില എഫക്റ്റീവ് ഹാബിറ്റ്സ് ആണ്. അതിൽ ഏറ്റവും ശക്തമായത് ജേർണലിംഗ്. ഡേ 1 മുതൽ തന്നെ ജേർണലിംഗ് തുടങ്ങണം. ഡയറി എഴുതണം എന്നൊരു പ്രഷർ വേണ്ട. ഇത് ഡയറി അല്ല, ഇത് ഒരു ഡേ ചെക്ക് ഇൻ ആണ്. ബെസ്റ്റ് ടൈം ഏതാണ് എന്ന് ചോദിച്ചാൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് 5 മിനിറ്റ് മാത്രം മതി. ഇന്ന് നടന്ന ദിവസം മനസ്സിലൊന്ന് റീപ്ലേ ചെയ്യൂ. പിന്നെ 3 കാര്യങ്ങൾ മാത്രം എഴുതൂ. ഇന്ന് ഞാൻ എന്ത് ചെയ്തു, എന്താണ് നല്ലതായി തോന്നിയത്, എന്താണ് മെച്ചപ്പെടുത്താൻ കഴിയുന്നത്. ഇങ്ങനെ ഡെയിലി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പതുക്കെ വ്യക്തമായി ഓർമ്മിക്കാൻ തുടങ്ങും. സ്ലോലി ഓർമ്മശക്തി വർദ്ധിക്കും, ഏകാഗ്രത മെച്ചപ്പെടും. ഇത് വെറും വാക്കല്ല, ഇത് ശാസ്ത്രമാണ്. എഴുത്ത് സമം മസ്തിഷ്ക സജീവീകരണം. ഇനി ജേർണലിംഗിൻ്റെ ബോണസ് പാർട്ട്. നോട്ട്ബുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് അടുത്ത ദിവസം പ്ലാൻ ചെയ്യുക. ബിഗ് പ്ലാൻ വേണ്ട. നാളെ ചെയ്യേണ്ട 3 ചെറിയ കാര്യങ്ങൾ മാത്രം എഴുതൂ. അത് ഹെൽത്ത് ആയാലും ഗോളിനോട് ബന്ധപ്പെട്ടതായാലും റൂട്ടീൻ ആയാലും മതി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. വിശ്വസിക്കൂ, ഈ ഒരേ ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിലന്റ് ചേഞ്ച് കൊണ്ടുവരും. മോട്ടിവേഷൻ വേണ്ട, ആപ്സ് വേണ്ട, ജസ്റ്റ് പെൻ, പേപ്പർ ആൻഡ് ഓണസ്റ്റി. ഇതൊരു ചെറിയ ശീലമല്ല. ഇവിടെയാണ് സെൽഫ് കൺട്രോൾ തുടങ്ങുന്നത്. 21 ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വ്യത്യാസം വ്യക്തമായി അനുഭവപ്പെടാൻ തുടങ്ങും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വ്യക്തതയുണ്ടാകും, ശ്രദ്ധ തെറ്റൽ കുറയും, ഏകാഗ്രത കൂടും. ഇതിലുപരി നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വലിയ മാറ്റം ഇതാണ്. കഴിഞ്ഞ 21 ദിവസങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി ഓർമ്മിക്കാൻ കഴിയും. എന്ത് ചെയ്തു, എന്തു പഠിച്ചു, എവിടെ മെച്ചപ്പെട്ടു, എല്ലാം മനസ്സിൽ സൂക്ഷ്മമായി തെളിയും. മുമ്പ് പോലെ ഇന്നലെ എന്ത് ചെയ്തെന്ന് തന്നെ ഓർമ്മയില്ല എന്ന അവസ്ഥ മാറും. കാരണം മനസ്സ് പരിശീലിക്കപ്പെട്ടു. എഴുത്ത് ഒരു ശീലമായി, ശ്രദ്ധ ഒരു കഴിവായി. ശക്തമായ ഓർമ്മശക്തി ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നില്ല. ചെറിയ ദിവസേനയുള്ള ശീലങ്ങളിലൂടെയാണ് അത് രൂപപ്പെടുന്നത്. ഈ 21 ദിവസങ്ങൾ നിങ്ങളെ കൂടുതൽ സജാഗനാക്കും, കേന്ദ്രീകൃതനാക്കും.
ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കും. വിശ്വസിക്കൂ, പഴയ ദിവസങ്ങളേക്കാൾ കഴിഞ്ഞ 21 ദിവസങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി ഓർമ്മിക്കാൻ കഴിയും. അതാണ് യഥാർത്ഥ പുരോഗതി. ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന PDF ഡൗൺലോഡ് ചെയ്ത് അതിലുള്ള റുട്ടീൻ ഫോർമാറ്റ് അനുസരിച്ച് നിങ്ങളുടെ പ്രതിദിന ശീലങ്ങൾ രൂപീകരിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി ഈ വീഡിയോ മാറട്ടെ. നല്ലൊരു നാളേക്കായി ആശംസിക്കുന്നു. നന്ദി.